അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരുത്തത്തിന് നാളെ പരലോകത്ത് കനപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പങ്കുവച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം കുടുംബ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും ചേർന്നതാണ് കുടുംബ സംവിധാനത്തിൻ്റെ തുടക്കം എന്നുള്ളത്. ഇണതുണകൾ എന്ന് പറയും. അതുകൊണ്ട് ഈ ഇണതുണകൾ ചേർന്നുകൊണ്ടാണ് ഒരു കുടുംബം രൂപപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വ ഖലഖ മിൻഹാ സൗജഹ, അവ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഇണകളെ നൽകിയിരിക്കുന്നു. എന്നിട്ട് വബസ്സ മിൻഹുമാ റിജാലൻ കസീറ വനിസാ, അതിൽ നിന്ന് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ധാരാളമായി വർദ്ധിപ്പിച്ചു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ഏതൊരു വിഷയത്തിലാണോ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽ അർഹാം, കുടുംബബന്ധം ചാർത്തുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു സദാ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും കുടുംബത്തിന് വലിയൊരു പങ്കാണുള്ളത്. പ്രത്യേകിച്ച് ഒരു ദാമ്പത്യത്തിൽ അവരുടെ ദാമ്പത്യം ആഴമുള്ളതാകുന്നത് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഭാഷയിലും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്ന് മലയാളത്തിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അറബിയിൽ അത് സൗജ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സൗജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണകൾ എന്നാണ്. ഇത് ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നുള്ള അർത്ഥമായിട്ടാണ് മലയാള ഭാഷയിൽ തന്നെ നമ്മുടെ ഭാഷയിൽ തന്നെ അതൊരു ആധിപത്യം പുലർത്തുന്ന സ്വഭാവമുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ഭാഷാ പ്രയോഗം സൗജ് എന്നാണ്, ഇണകൾ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹുവല്ലദീ ഖലഖലക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅല മിൻഹാ സൗജഹ, എന്നിട്ട് അതിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു ലിയസ്കുനു ഇലൈഹ, അവരിലേക്ക് സമാധാനമടയാൻ വേണ്ടിയിട്ടാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സമാധാനമടയുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ ഇണകൾ എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്, ഒരു താളമാണ്. ഈ വൈവിധ്യം, ഒരേ സ്വഭാവത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിച്ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, എത്രയെത്ര വൈവിധ്യപൂർണമായ നല്ല ഇനം സസ്യങ്ങളാണ് നാം അതിൽ മുളപ്പിച്ചിരിക്കുന്നത്. അത് വൈവിധ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, വൈവിധ്യങ്ങളെ നമ്മളും ഇഷ്ടപ്പെടുന്നു. ഒരേ സംഗതി നിരന്തരമായി ഒന്ന് ചുരുങ്ങിയത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ രാവിലെ കിട്ടുന്ന ഒരേ ഭക്ഷണമാണെങ്കിൽ ഭാര്യയോട് ചോദിക്കില്ലേ, എന്ന് തന്നെ ഉണ്ടാക്കിയാലോ, ഒരു മാറ്റം വരുത്തി കൂടെ എന്ന് ചോദിക്കില്ല. അപ്പോൾ വൈവിധ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരേ ജിൻസിൽപ്പെടാത്ത വ്യത്യസ്ത ജിൻസിൽപ്പെട്ടവരെ ഇണകളാക്കി അല്ലാഹു തീരുമാനിച്ചത്. ഒമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലക്കും തദക്കറൂൻ, നാം എല്ലാ വസ്തുക്കളിൽ നിന്നും 2 ഇണകളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ചിന്തിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെ തട്ടിയുണർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെ ഇണകളെ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് പരസ്പരം സ്നേഹമുണ്ടാവുക എന്നാൽ അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഇണകൾ തമ്മിലുള്ള ഈ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ
മിൻ അൻഫുസിക്കും, അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു വന്നു. ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് സമാധാനമടയാം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു ഉണ്ടാക്കി തന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതിൽ യാതൊരു സംശയമില്ല. വിചാരശാലികളായ ജനത്തിൽ ഇതിലെല്ലാം നിരവധി തെളിവുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവും ശരീരവും ചേർന്നതാണ് മനുഷ്യൻ എന്നുള്ളത്. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് വാല്യൂ ഇല്ല. ശരീരം പിന്നെ ഉടനെ തന്നെ വേഗം പോയി കബറിൽ കൊണ്ടക്കണം എന്ന് പറയാം. ഒരാളും അത് സമ്മതിക്കില്ല. വീട്ടിൽ വെക്കണമെന്ന്. നമ്മുടെ ഈ ശരീരത്തിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധിക നേരം ഈ ഭൂമിയിൽ വെച്ചേക്കില്ല, നേരെ മണ്ണിലേക്ക് കൊണ്ടുവെക്കും. ഇതേ ഒരു സ്വഭാവത്തിലാണ് സൗജിൻ്റെ വിശകലനം പണ്ഡിതന്മാർ പറഞ്ഞത്. സൗജ് എന്ന് പറഞ്ഞാൽ ഈ ഇണകൾ, ഈ ആത്മാവും ശരീരവും എപ്രകാരമാണോ ചേർന്ന് നിൽക്കുന്നത് അതുപോലെയാണ് നിങ്ങളുടെ ഇണകൾ എന്നുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചേർന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 2 എന്നാണ് പറയുന്നത്. ഈ ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ 1 എന്നാണ്. ഇത് 2 അല്ല. അങ്ങനെയുള്ള ഒരു ദാമ്പത്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞു. ഉഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ, നോമ്പിൻ്റെ രാവുകളിൽ നിങ്ങളുടെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. രാവ് എന്ന് പറഞ്ഞാൽ രാത്രി സന്ദർഭത്തിൽ. ഇത് ജൂതന്മാർ ഈ വിഷയത്തിൽ ഈ നോമ്പ് കാലങ്ങളിൽ ഇത് വിലക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്ലാം അതിനെ തിരുത്തുകയാണ് ചെയ്തത്. രാത്രിയിൽ അനുവാദം നൽകിയിരുന്നു, പകൽ മാത്രമാണ് അവർക്ക് വിലക്കപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞത് ഉന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ, നിങ്ങളും തമ്മിൽ വസ്ത്രം പോലെയാണ്, പരസ്പരം വസ്ത്രം പോലെയാണ് ഇണകൾ തമ്മിൽ എന്നുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നു. വസ്ത്രത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നഗ്നത നമ്മുടെ ന്യൂനതകൾ മറക്കുന്നു. വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ന്യൂനത മറക്കുന്നതാണ്. നമ്മൾ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത്, നമ്മളെ ന്യൂനതകളെ, കുറവുകളെ മറക്കുക എന്നുള്ളതാണ്. അതാണ് ലിബാസ്, വസ്ത്രം. ഇത് നിങ്ങളുടെ ഇണകൾ ലിബാസാണെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ സംരക്ഷണം നൽകുന്നു. നിങ്ങൾക്ക് ചൂട്, തണുപ്പ്, പൊടിപടലങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന തടയുവാൻ നിങ്ങളെ വസ്ത്രം അതിന് ഉപയോഗപ്പെടുത്തും. മൂന്നാമത്തത് നിങ്ങൾ അലങ്കാരമായിട്ടാണ്, നല്ല കാണാൻ ചൊറുക്കുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്. ഈ 3 രൂപത്തിലാണ് നിങ്ങളുടെ ദാമ്പത്യം ഉണ്ടാവേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ദാമ്പത്യം നിങ്ങളിൽ മനോഹരമാക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ബാധ്യതകളെക്കുറിച്ച് നിങ്ങളുടെ ബോധമുണ്ടാകും. എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക്, എൻ്റെ ഇണയിൽ നിന്ന് എനിക്ക് ചില അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. ആ അവകാശത്തെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബാധ്യതയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ, സ്ത്രീകൾക്ക് ബാധ്യതകളുള്ളതുപോലെ ന്യായമായ അവകാശങ്ങളുമുണ്ട്. എന്നാൽ വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവി കൂടുതലുണ്ട്. ഇത് ഇന്ന് സ്ത്രീ സമത്വവാദികൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ സൃഷ്ടിപ്പ് നടത്തിയത്. ഒരു കമ്പനി ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ മാനുവൽ ആരാണ് പറയുന്നത്? അത് ഉണ്ടാക്കി കമ്പനിയുടെ ആളാണ് പറയുന്നത്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഞ്ചിന് കംപ്ലൈൻറ്റ് വരും, പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ഇണകളെ സൃഷ്ടിച്ചത്. ആ ഇണകളെ എങ്ങനെ മുന്നോട്ട് പോകണം, അതിൻ്റെ ദാമ്പത്യം എങ്ങനെ മനോഹരമാക്കണം എന്ന് അല്ലാഹുവാണ് പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ട് മനുഷ്യരിൽ കുടുംബത്തിൻ്റെ നേതൃത്വം നിർവഹിക്കേണ്ടത് പുരുഷനാണ്. അതുകൊണ്ട് ഏത് ഘടനയ്ക്കും അങ്ങനെ ഒരു നേതൃത്വം പദവിയുണ്ട്. ഉദാഹരണമായി ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു MD ഉണ്ടാവും. അതിന് നേതൃത്വ പദവി ഇല്ലാതെ അല്ലെങ്കിൽ അലങ്കോലപ്പെടും. പലർക്കും കയറി പലരും പല രീതിയിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുക. എല്ലാ വിഷയത്തിലും ഒരു രാഷ്ട്രത്തിനാണെങ്കിൽ ആ രാഷ്ട്രത്തിന് അതിൻ്റേതായ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ രാഷ്ട്രപതി, അങ്ങനെ കുറേ വകുപ്പുകളുണ്ടാവും. അതുപോലെയുള്ളൊരു സംവിധാനം കുടുംബത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചിട്ട് വലിർരിജാലി അലൈഹിന്ന ദറജ, സ്ത്രീകളുടെ മുകളിൽ പുരുഷന് ഒരു പദവി കൂടുതലാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നു. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ആ ഖുർആനിലെ ദീർഘമായ ഒരു ആയത്തിൽ പറയുന്നത്,
സ്ത്രീകൾ പുരുഷൻ്റെ സ്വത്ത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറയുന്നു. പരസ്പരം സഹകരണം പോലെ ഒരു വാഹനത്തിൻ്റെ 4 ചക്രമുണ്ടെങ്കിൽ ആ ചക്രം തിരിയണമെങ്കിൽ ഒരു ചക്രം സ്റ്റോപ്പായി കഴിഞ്ഞാൽ മറ്റെല്ലാ ചക്രത്തിനെയും ബാധിക്കും. അതുപോലെ ഇത് പരസ്പരം പൂരകങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളോട് നന്നായി വർത്തിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സ്ത്രീകളോട് നന്നായി പെരുമാറുന്നവരാണ്. അതുകൊണ്ട് എല്ലാറ്റിലും രണ്ടുപേരുടെയും പങ്കാളിത്തം ഉണ്ടാകണം. വീടിനകത്ത് ഒരു ഫ്രണ്ട്ലി സ്വഭാവം ഉണ്ടാകേണ്ടതുണ്ട്. വീട്ടുജോലിയിൽ പരസ്പരം സഹകരണം അനിവാര്യമാണ്. ചില ആളുകൾക്ക് അതിൻ്റെ അവകാശമാണ്, എൻ്റെ ഭാര്യയാണ് എനിക്ക് ഭക്ഷണം വെച്ച് തരേണ്ടതെന്നല്ല. നമ്മൾ പരസ്പരം സഹകരണത്തോടുകൂടി ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുജോലികളിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ സഹായിച്ചതായിട്ട് ഒരുപാട് ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സ്നേഹമുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലാ യുഫർരിഖു മുഅ്മിനുൻ മുഅ്മിനത്തുൻ, വിശ്വാസിയായ ഭർത്താവ് ഭാര്യയെ വെറുക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ, അവളുടെ ഒരു സ്വഭാവം വെറുക്കുകയാണെങ്കിൽ മറ്റൊന്ന് അയാൾ ഇഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സുന്ദരമായ ദാമ്പത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ദൃഷ്ടാന്തമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു മനോഹരമാക്കിയതിന് ഒരിക്കലും നമ്മൾ വികൃതമാക്കാൻ പാടില്ല. അവർക്ക് കൊടുക്കേണ്ട അവകാശം പൂർണ്ണമായും കൊടുക്കുകയും അതേപോലെ തന്നെ നമുക്ക് അവകാശത്തിനപ്പുറത്തേക്ക് അവർക്ക് കൊടുക്കേണ്ട ബാധ്യതയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നിരന്തരമായ ആ ബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം മനോഹരമാകും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെ സിമ്പിളാക്കി കളയുന്ന ഒരു കാര്യമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ത്വലാഖ് ചൊല്ലി പിരിയുന്ന ഒരു സ്ഥിതിവിശേഷം പല പുതിയ തലമുറകളിൽ കാണുവാൻ സാധിക്കുന്നത് വളരെ ഖേദകരമായ ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതിൽ ഇഷ്ടപ്പെടാതെ അനുവദിച്ച കാര്യമുണ്ടെങ്കിൽ ഈ ത്വലാഖാണ്. അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില വിഷയത്തിൽ കുട്ടികളെന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, എന്നാലും നിർബന്ധിക്കുമ്പോൾ നന്നായിട്ട് പോയിക്കോന്ന് പറയുക. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാതെ അനുവാദം കൊടുത്ത ഒരു കാര്യമാണ് തലാഖ് എന്നുള്ളത്. ഒരു തലാഖ് സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനം വിറകൊള്ളുമെന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം ഗൗരവപ്പെട്ട അള്ളാഹു വിളക്കിച്ചേർത്ത ഒരു ബന്ധത്തെയാണ് നമ്മൾ മുറിച്ച് കളയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. വിട്ടുവീഴ്ചയിലൂടെ നമ്മൾ ദാമ്പത്യം സുന്ദരമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനായി തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നാളെ പരലോകത്ത് നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.